ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ആരുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു 1/2 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഒരു എഗ്ഗാണ് എടുക്കുന്നത്. അതൊന്ന് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ ഒന്ന് ജ്യൂസാക്കി അതിലേക്ക് ഒഴിക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോസും കൂടി ചേർത്ത ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. അപ്പോൾ അതിന് ശേഷം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ കളറൊന്നും ഇവിടെ ആഡ് ചെയ്യുന്നില്ല. സാധാരണ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കളറൊക്കെ ഉണ്ടെങ്കിലാണ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിവിടെ വേറെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി കാണാൻ ഭംഗി ഉണ്ടാവും. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് സ്പൂണോ ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നന്നായി മിക്സായി കിട്ടണം. ആ രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോറും 2 ടീസ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കും ചെയ്യും. ഇനി മൈദയും കോൺഫ്ലോറും കൂടി നേരത്തെ മാറ്റി വെച്ച സോസിലോട്ട് ഒന്ന് ചേർക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് അതൊന്ന് അതിലിട്ടിട്ട് വെക്കാം. അപ്പോൾ നന്നായി ഇതിലൊക്കെ പിടിക്കുന്ന രീതിയിൽ അതിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് എത്ര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അത്രയും നല്ലത്. ഒരു തലേദിവസം എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആവും ചിക്കൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ടൈമില്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്ര നേരം വെക്കണോ അത്രയും നല്ലത്. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് നേരം ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലോട്ട് കുറച്ച് കറിവേപ്പിലും തണ്ടോട് കൂടി കറിവേപ്പിലും അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പച്ചമുളകിൻ്റെ വേപ്പിലിൻ്റെ ഒക്കെ ഫ്ലേവർ ഈ എണ്ണയിൽ ഇറങ്ങും ചെയ്യും. പിന്നെ നമുക്കത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ചിക്കൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുടിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചിക്കൻ എടുത്ത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് മൊരിഞ്ഞ ശേഷം മറു സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മുരിച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ചിക്കനൊക്കെ അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ തന്നെ ഞാൻ ആ എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൽ തന്നെ ഒരു സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് സവാള കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ചെറുതാക്കിയിട്ടല്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചിക്കൻ ചില്ലിയിലൊക്കെ കുറച്ച് വലിപ്പത്തിലാണ് സവാള എടുക്കാറ്. അപ്പോൾ ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് വഴറ്റി കിട്ടുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞ് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. ഞാനൊരു പച്ച തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഒരുപാട് പഴുത്തതിനേക്കാളും നല്ലത് ഈ രീതിയിലാവുമ്പോൾ കുറച്ചൊന്ന് കഷ്ണങ്ങളായിട്ട് കിടക്കും. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്യാം. തക്കാളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊന്നും കൂടെ ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറു തീയിൽ വേണം ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കായം തേച്ചതിൽ അതായത് സോസിൻ്റെ ഇതുണ്ടല്ലോ ചിക്കൻ പരട്ടിയിൽ അതിൻ്റെ ബാക്കിയുള്ളതും കൂടി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആവും കേട്ടോ. നല്ല ടേസ്റ്റിയാന്ന് വെച്ചാൽ സോസും കോഴിമുട്ടൊക്കെ അല്ലേ. അപ്പോൾ ആ ടേസ്റ്റും കൂടി കിട്ടുന്നുണ്ട്. അപ്പം ഇനി അത് വേസ്റ്റ് ചെയ്യേണ്ട. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി യോജിപ്പിക്കുക. അപ്പം സോസും എല്ലാം കൂടിയിട്ട് ഒരേ സൈഡിൽ എത്തുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കറിവേപ്പിലും പച്ചമുളകൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഗതി. വളരെ എളുപ്പമാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.